ചാർലി ടു 2C9 നോർത്ത് ഈസ്റ്റേൺ വാളിൽ ഒരു വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ? ആ വാൻ ഉടനെ എടുത്ത് മാറ്റാൻ പറ. ചാർലി 29 സർ, അത് ടൂറിസ്റ്റ് വാനാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. കതിരവൻ, യെസ് സർ. റിലാക്സ്. ഇപ്പം എന്താ മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടോ? ബി കാഷ്വൽ, ചിൽ മാൻ. സർ, ശരീരത്തിന് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയോ? വായിക്കും എക്സസൈസൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ റോബോ മാതിരി സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ലെറ്റ് മീ ഗെറ്റ് ദിസ് സർ. നോ 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 നോ, ഇറ്റ് ഈസ് നോട്ട് യുവർ ജോബ്. നീ കല്യാണം കഴിച്ചതാണോ കതിരവൻ? ഇതുവരെ ആയിട്ടില്ല സർ. സ്വന്തത്തിലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്നാണ് അമ്മ പറയുന്നത്. ഉടനെ ഒന്നും നടക്കും തോന്നില്ല സർ. ഓ, അത് ശരി. ഈ ലവ് കിവ് അതുമാതിരി ഒന്നും ഉണ്ടായിരുന്നു സർ. ആ പേര് കനകവല്ലി. ആ പേര് കൊള്ളാമല്ലോ സർ. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു തരത്തിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരക്ക് എത്തിച്ചതായിരുന്നു സർ. സൂപ്പർ. പിന്നെ കല്യാണം നടത്താനിരുന്നപ്പോഴാണ് പാകിസ്ഥാനിലോട്ട് ഇന്റലിജൻസ് ഡ്യൂട്ടിയിലേക്ക് പോകേണ്ടി വന്നത്. 9 മാസം കഴിഞ്ഞ് അവളെ കാണാനായി ചെന്നപ്പോൾ അവള് 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു സർ. നില്ല നീ 9 മാസം വെളിയിലായിരുന്നു. അപ്പോൾ 6 മാസം പ്രഗ്നന്റ് ആകുന്ന എങ്ങനെ? ഇടയ്ക്ക് നീ വന്നിട്ട് പോയോ? അയ്യോ, അത് ഞാനല്ല സർ. വേറൊരുത്തിൻ്റെ കൂടെ അവൾ 6 മാസം മുമ്പ് കല്യാണം കഴിച്ചു. ഇറ്റ്സ് ഫണ്ണി. കമ്മ്യൂണിക്കേഷൻ കട്ടായപ്പോൾ ലവും കട്ടായപ്പോൾ. ശരി. അല്ല, ഈ വീട്ടിൽ ലേഡീസ് ഇല്ലാതെ എങ്ങനെ കാര്യം നടത്തും? അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ സാർ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ. ഗോവിന്ദറാവു, ഈ പാവയ്ക്കാ ചെടിയിൽ മുഴുവൻ പൂക്കളുണ്ട്, പിന്നെന്തുകൊണ്ടാണ് കായ്ക്കാത്തത്? എല്ലാ ദിവസവും 2 നേരം മരുന്നടിക്കുന്നുണ്ട് സാർ. കീടനാശിനി അടിച്ചാൽ എങ്ങനെ വണ്ടുവരാനാ? പരാഗണം എങ്ങനെ നടക്കും? അതിന് പിന്നെന്ത് ചെയ്യണം? സർ, ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. ഇത് ആൺപൂവാണ് സർ, ഇത് പെൺപൂവും. പെൺപൂവാണ് കായാവുന്നത്. ഈ പൂവെടുത്ത് മേലെ ഇങ്ങനെ ചിക്കിന്ന് ഇങ്ങനെ ചിക്കിന്ന് ചേർത്ത് വെച്ചാൽ പരാഗണം നടക്കും. ഇങ്ങനെ എല്ലാ പൂവിലും ചെയ്യൂ. കുറച്ച് ദിവസത്തിനകം കായ ഉണ്ടായി തുടങ്ങും. കാര്യങ്ങൾ അറിയാവുന്ന ആളാണല്ലോ നീ. വേണേ പൂവിന്റെ പ്രസവം കൂടി നീ നടത്തിക്കുവേ. ഇപ്പഴും കിടന്ന് ഉറങ്ങിയാണോ നീ? എടാ, അച്ഛൻ വാക്കിംഗ് കഴിഞ്ഞ് വന്നോണ്ടിരിക്കാണ്. എണീക്ക്, വേഗം എണീക്ക്. അതിങ്ങ് തന്നെ. നൈറ്റ് പാർട്ടിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. നല്ലോണം വേർക്കട്ടെ. അച്ഛൻ വന്നു. ഓക്കെ, നീ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ? വിയർത്തിരിക്കുന്നു. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇവനെ എക്സസൈസ് ചെയ്യിക്കാൻ നിർബന്ധിക്കണമെന്ന്? അതാ. വല്ലാതെ വിയർത്തല്ലോ. എത്ര നേരമായി തുടങ്ങിയിട്ട്? ആദ്യം ഒരു 30 മിനിറ്റ്സ്, പിന്നെ ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 30 മിനിറ്റ്സ്. അമ്മ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതാ. ഇവൻ നല്ല പയ്യനാ, നീ ഇവനെ വഷളാക്കുന്നത്. തഞ്ചാവൂർ ജില്ലയിലെ വിജയമംഗലം ഗ്രാമത്തിൽ നടക്കുന്ന ഖനനത്തിനെതിരെ കർഷകർ നടത്തുന്ന പ്രക്ഷോഭം കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. കാശ്മീർ താഴ്വരയിലെ ബരാമുള്ള ജില്ലയിൽ ആർമിയുടെ 14ാം റെജിമെന്റ് ആസ്ഥാനത്ത് തീവ്രവാദികളുടെ മിന്നൽ ആക്രമണത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് എന്ത് കാട്ടാളത്തരമാണിത്? ഇതെത്ര നാൾ നമ്മൾ ഇങ്ങനെ സഹിച്ചു കഴിയും? എപ്പോഴാണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 5 മണിക്ക് സാർ. ഉടനെ എന്നെ ഇൻഫോം ചെയ്യല്ലേ വേണ്ടത്. ഈ മാസത്തിൽ തന്നെ ഇത് 4ാമത്തെ അറ്റാക്കാണ്.